are you from? Norway. Norway, oh. You're here? Yeah? Yeah, okay. I'm from India. Nice to meet you. India? Yeah. That's a great country. Sorry? That is a great country. Really? You like India? Yeah? Okay. Hey guys, നമ്മളിപ്പം നോർവേയിലാണ്. നോർവേയിലെ സ്റ്റവെഞ്ചർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് വയ്ക്കുന്നത്. ഭയങ്കര തിരക്കാണ്. ഞാൻ ഇവിടെ ഇത്രയും തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഒടുക്കത്തെ ആളാണ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. ക്യാമറയുടെ ആംഗിൾ ഒന്നും എനിക്ക് തെറ്റിയ സമയം കിട്ടില്ല. നേരെ ഇറങ്ങി നേരെ ഇങ്ങ് ചാടിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ടൗൺ സൈഡിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിലോട്ട് പോകും. അങ്ങോട്ട് നല്ല രസമുള്ള കുറച്ച് മരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഒരു പാർക്ക് കണക്കെന്ത സംഭവം തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ആ ടൗൺ സൈഡിലോട്ട് പോയിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ട്രിപ്പോട് കറക്റ്റാണെന്ന് നോക്കിയിട്ടില്ല. വീഡിയോ കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. എന്നാലും രണ്ടും കൽപ്പിച്ച് പോകുകയും ചെയ്ത് ഞാനങ്ങനെ നടക്കുകയാണ്. കുറച്ച് ഫ്രണ്ട് വിഷ്വൽസ് കാണിച്ചു തരാം. കുറച്ച് ടൗണിലോട്ട് എത്തിയിട്ട് ബസ്സുകളാണ് കേട്ടോ. ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. കുറച്ച് സിറ്റി വിഷ്വൽസ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ എന്താ പറയുക ടൗൺ സെൻട്രൽ എന്ന് പറയാം. കുറച്ചുകൂടെ അപ്പുറത്താണ് ടൗൺ സെൻട്രൽ. ഇതങ്ങോട്ട് പോകുന്ന പാത്ത് വേ ആണ് കേട്ടോ. അരുവിലൊക്കെ കുറേ ഷോപ്പുകളുണ്ട്. അവിടെ സ്റ്റവെഞ്ചർ മറൈറ്റൈം മ്യൂസിയം ഉണ്ട്. എന്ന് വെച്ചാൽ കപ്പലിലൊക്കെ ഡോക്യാർഡ് ആയതുകൊണ്ട് അവിടെ ഒരു കപ്പൽ കാണാമെന്നുണ്ടോ. ഡോക്യാർഡ് ആയതുകൊണ്ട് അവിടെ അതിൻ്റെ മ്യൂസിയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇതൊക്കെ അടുത്ത റോഡാണ് കേട്ടോ. ആൾക്കാരെല്ലാ സൈഡുകളിലും ഇങ്ങനെ ഇരിക്കുക. നല്ല രസമുണ്ട്. ഭയങ്കര ക്ലീനാണ്. നോർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നല്ല ക്ലീനായിട്ടുള്ളൊരു രാജ്യമാണ് ഒരു ഇത് എല്ലായിടത്തും. ബിക്കോസ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ സീ ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ഭയങ്കര ഇതാണ്. അതേ അപ്പുറത്തൊക്കെ ചെറിയൊരു എന്തൊക്കെയോ സംഭവങ്ങൾ കാണാം. അങ്ങോട്ടൊക്കെ നമുക്ക് പോകണം. ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ടായതുകൊണ്ട് തന്നെ കാണാൻ കുറേ കൊച്ചു കൊച്ചു ഷോപ്പുകളുണ്ട് എല്ലായിടത്തും. എന്താ പറയുക ഇവിടുത്തെ നോർവേയുടെ കാര്യങ്ങളൊക്കെ തന്നെ തണുപ്പത്തിടുന്ന ഡ്രസ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവും. അതെല്ലാം തണുപ്പത്തിടുന്ന ഡ്രസ്സുകൾ, ഷൂസ്, അങ്ങനെ അവരുടേതായിട്ടുള്ള എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഇത് കാണിക്കുന്ന കുറേ സംഭവങ്ങളാണ്. മാഗ്നറ്റ്സുകൾ അങ്ങനെയൊക്കെ ഒരുപാടുള്ള കൊച്ചു കൊച്ചു ഷോപ്പുകളെ കാണുന്നതല്ല. പിന്നെ അപ്പുറത്ത് കുറേ ഹോട്ടലുണ്ട്. ഹോട്ടൽസ് ബർഗർ കിങ് ആണ് അവിടെ ഒരു എൻ്റെ ബാക്കിലൊരു ബർഗർ കിങ് ഉണ്ട്. 7-Eleven എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റുകൾ ബാക്കിലോട്ട്. നമുക്ക് കുറച്ച് സെൻട്രൽ ഏരിയയിലോട്ട് പോകാം കേട്ടോ. ഞാൻ ഇവിടെ മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്. 1-2 വട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ വഴികളെല്ലാം ഓൾമോസ്റ്റ് അറിയാം. അത് ഈ കാണുന്ന വഴിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. കുറേ കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റുകൾ ഷോപ്പുകളാണ്. എനിക്ക് തോന്നുന്നു അധികം ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. നമ്മളെന്തായാലും ഈ വഴിയിലോട്ട് ആദ്യം പോകുന്നു. ഇവിടുന്ന് കറങ്ങി നമുക്ക് അപ്പുറത്ത് വരാം. നോർവേ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ. ഈ ചെറിയ ചെറിയ മനുഷ്യരെ കണ്ടോ. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് ഒരുപാട് കാണാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ. എൽസാന്ന് തോന്നുന്നു. എൽസിൻ്റെ മോഡൽസാണെന്ന് തോന്നുന്നു. അതല്ല അവരുടെ ആൻറ്റിക് ഷോപ്പുകളാണ് കൊച്ചു കൊച്ചു. ഇത് ഇവിടെ ഒരു വലിയ എൽസിനേക്കാൾ ഇവിടുത്തെ സ്ട്രീറ്റ്സുകളൊക്കെ ഇങ്ങനെ ഇരിക്കും. കുറേ ഷോപ്പുകൾ, കുഞ്ഞു കുഞ്ഞു വഴികൾ, ഒരുപാട് ഇലക്ട്രോണിക് ബൈക്കുകളുണ്ട്. ആൾക്കാർ ആ ബൈക്കൊക്കെ റെൻ്റ് എടുത്ത് നമുക്ക് മറ്റേ ചാർജ് ചെയ്യാൻ പറ്റും. ആപ്പ് വഴി ചാർജ് ചെയ്ത് പോകാം. നമ്മളവിടെ ഇപ്പോൾ ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് ബാറുകളാണ്, റെസ്റ്റോറൻറ്റുകളും ബാറുകളുമാണ്. മുകളിലൊരു മക്ഡൊണാൾഡ്സ് കാണുന്നുണ്ട്. വന്ന വഴിയാണിത്. അപ്പോൾ നമുക്ക് താഴോട്ട് കുറച്ച് നടന്നിട്ട് കറങ്ങി മേലിൽ കൂടെ വരാം. ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വട്ടം ലാസ്റ്റ് വന്നപ്പോഴത്തേനും ഇവിടെ ഫുള്ള് ഭയങ്കര എല്ലാം അടച്ചിട്ടിരുന്ന മൊത്തം ക്ലോസ്ഡ് ആയിരുന്നു. സൺഡേ എന്തായിരുന്നു. ഇന്ന് പക്ഷേ കുറേ ഷോപ്പുകളൊക്കെ ഓപ്പണാണ്. ഇത് കൂടുതൽ ഈവനിങ് ടൈമിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന ഷോപ്പ്സാണ് ഇവിടെ ഒരുപാടുള്ളത് കേട്ടോ. പ്രൈവസി ആരും ഇല്ല അധികം. കാര്യം ഞാൻ അങ്ങോട്ട് ആദ്യം നടന്നു വന്ന വഴിക്ക് മൊത്തം ആൾക്കാരായിരുന്നു. അല്ലേ ഫുൾ ആൾക്കാരായിരുന്നു. എന്താ കുറേ കാലം ശേഷമല്ലേ വ്ളോഗ് ചെയ്യുന്നത്. ഇത്രയും പേരുടെ മുമ്പിൽ ചെയ്തപ്പോൾ എന്തോ പോലെ തോന്നി, ഒരു ചമ്മൽ പോലെ തോന്നി. എന്നാലും നമ്മളത് മാനേജ് ചെയ്തു, പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ ഷോപ്സൊക്കെ ഇങ്ങനെ ആയിരിക്കും. നല്ല രസമാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ നടന്ന് പോകാനായിട്ട്. ചെറുതായിട്ട് ആ വ്ളോഗിൻ്റെ ടൂൺ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ നോക്കുകയാണ് ഇവൻ ഏത് ഭാഷയാണ് ഈ സംസാരിക്കുന്നത്. ഓൾറെഡി അറിയാം നമ്മൾ മീൻസ് കൺഫ്യൂസ് ആവും. ഇവരാണ് നോക്കിയിട്ട് ഇങ്ങനെ ഏതാണ് സംസാരിക്കുന്നത്. എല്ലാവരും ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് നോക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഷോപ്പുകളൊക്കെ ഈ സൈഡിൽ കാണാം. ഈ സൈഡിൽ കാണാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളതാണ്. മീൻസ് ഈ അടുത്താണ് പണിഞ്ഞാണ്ട് ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ ഇപ്പോൾ പണിഞ്ഞാണ്. ഇതൊക്കെ ട്രഡീഷണൽ നോർവേ ലുക്കിലുള്ള ഷോപ്പുകളാണ്. നമുക്ക് ബാക്കിൽ കാണുന്നതൊക്കെ വൈഡായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ടൈമിൽ മാക്സിമം കറങ്ങി വരിക. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ മൂലം എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല. മാക്സിമം സ്ഥലങ്ങൾ ഞാൻ കവർ ചെയ്യും. ഒരു വീഡിയോക്കുള്ള ഞാൻ ഇവിടെ നിന്ന് എടുക്കും. ഇങ്ങോട്ടൊന്നും ആരുമില്ല കേട്ടോ. എല്ലാവരും ആ ഒരു സൈഡിലാണ്. മീൻസ് അതാണ് സെൻട്രൽ സൈഡ്. സെൻട്രൽ നല്ല കൂടുതലും റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളെല്ലാം അവിടെയാണ്. അതുകൊണ്ട് എല്ലാവരും അവിടെ ഫോക്കസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് നടന്നു വരുന്ന ആരാണ് കൂടുതൽ സ്ഥലങ്ങൾ കാണാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഈ ഉള്ളിലോട്ട് നടക്കുന്നത്. ഇവിടെ നടന്ന് നമുക്ക് മേളിൽ കയറാൻ തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ വഴി നടന്നു പോകാം. കണ്ടോ
ബിൽഡിങ്ങുകൾ കാണാനാണ് ഭയങ്കര രസം, നല്ല രസമാണ് ബിൽഡിങ്സ് എല്ലാം. അപ്പോൾ നേരെ നടന്നു വരുന്നുണ്ട്. നമുക്ക് പ്രിവസിയെ ബഹുമാനിക്കണം. സോ ക്യാമറ തിരിച്ചു വെച്ചു എൻ്റെ മുഖത്തേക്ക്. ഭയങ്കര തണുപ്പില്ല കേട്ടോ, ഇന്ന് തണുപ്പ് കുറവാണ്. സാധാരണ കഴിഞ്ഞ വട്ടം വന്നപ്പോഴൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇത്തവണ എന്തായാലും തണുപ്പ് കുറവാണ്. നല്ല രസമുണ്ടല്ലേ. അങ്ങോട്ട് എന്തോന്നറിയാൻ വയ്യ. ഒന്ന് സൂം ചെയ്ത് നോക്കാം. എന്തോ ഒരു ഷോപ്പോ എന്തോ ആണ്. അങ്ങനെ പയ്യന്മാർ നടന്നു വരുന്നുണ്ട്. നടന്ന് ഉപ്പാട് വരും, അതേ ഉള്ളൊരു കുഴപ്പം, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ മല കയറി എവിടത്തോന്നും എനിക്കൊരു പിടിയില്ല. ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഞാൻ നോർമലി എല്ലാ തവണയും വരുമ്പോൾ അപ്പുറ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് മുകളിലോട്ട് കയറാം. മുകളിലോട്ട് പോയിട്ട് എന്താ അവിടെ നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, മൊത്തം ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽസും ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് എന്താണ് എന്നെനിക്കൊരു ഐഡിയ ഇല്ല. താഴേക്ക് ഇതോ താഴാണ്. ഓക്കെ, ഷോപ്പുകൾ തന്നെയാണ്, ബസ് പോകുന്നുണ്ട്. കുഞ്ഞൊരു ടൗൺ. ഇവിടെയും ഇവിടെ ഡെഡ് എൻഡ് ആണോ? അല്ലടേ, ഇങ്ങോട്ട് കുറച്ച് വഴികളൊക്കെ കാണുന്നുണ്ട്. ഏതോ പാർക്കിൻ്റെ വഴിയാണെന്ന് തോന്നുന്നു. നല്ല രസമാണ് കേട്ടോ അത്. ഇവിടെ എല്ലായിടത്തും മുക്കിന് ബൈസൈക്കിൾസ്, ഇലക്ട്രിക് സൈക്കിൾസ് വെച്ചിട്ടുണ്ട് നടക്കാനായിട്ട്. നമ്മൾ താഴ്ന്ന് കണ്ടില്ലേ, ആ താഴ്ന്നുള്ള പള്ളിയുടെ ഭാഗമാണ്, ടോപ്പ് ഭാഗമാണെന്ന് തോന്നുന്നത്. നല്ലൊരു വ്യൂ ആണ്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കിയിട്ട് വരാം. ഇവിടെ ലോണൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, അത് തന്നെ, കുട്ടികൾക്കുള്ളൊരു പാർക്കുണ്ട്. ഇവിടെ ആ ലോണുണ്ട്, ആ പള്ളിയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ലോണൊക്കെ വെച്ചിട്ട് അവരെല്ലാം അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത്. നോക്കണേ, ഈ മരത്തിൻ്റെയൊക്കെ നടന്ന് ക്ഷീണിച്ച് നല്ലൊരു കയറ്റമായിരുന്നു കയറിയത്. നമുക്ക് ടോപ്പിലോട്ട് പോയോ. ആ മരത്തിൻ്റെ അവിടെ പായലുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റും. ഭയങ്കര ഭംഗിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, റെയിൻ ഫോറസ്റ്റിലൊക്കെ പോയിട്ടുള്ളവരാണ്. അപ്പോൾ അറിയത്തില്ല, മരത്തിൻ്റെ സൈഡിലെല്ലാം പായൽ പറ്റി ഭയങ്കര പച്ചപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുമ്പം എന്താ പറയുക, നല്ല കളറായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പം സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടി പറയാം. സ്റ്റവെഞ്ചർ എന്ന് പറയുന്ന സ്ഥലമാണിത്, നോർവേയിലാണ്. അവർക്ക് സ്റ്റവെഞ്ചർ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു നോർവേയുടെ ഒരു സിറ്റി സൈഡ് എന്ന് പറയാം സ്റ്റവെഞ്ചർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഗ്രാമങ്ങളാണ്, ഭയങ്കര ഭംഗിയുള്ള ഗ്രാമങ്ങളാണ്. അത് നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ വരും. സർപ്രൈസായിട്ട് ഓരോ സ്ഥലങ്ങളും നമ്മൾ ഓരോ വീഡിയോ റിവീൽ ചെയ്യും കേട്ടോ. അതായിരിക്കും നമ്മുടെ ഒരു വ്ളോഗിൻ്റെ ഒരു പ്രോഗ്രാം. സർപ്രൈസായിട്ട് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ, മീൻസ് ഓരോ വീഡിയോയിൽ, ഓരോ ദിവസമല്ല, ഓരോ വീഡിയോയിൽ സർപ്രൈസായിട്ട് ഓരോ സ്ഥലങ്ങൾ നമ്മൾ റിവീൽ ചെയ്യും കേട്ടോ. അവിടെ ഷിപ്പ് കിടപ്പുണ്ട്, അതിൻ്റെ ടോപ്പ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫോക്കസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ പള്ളി. കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ പ്രിവസിയെ ഞാൻ അധികം ശല്യം ചെയ്യാത്ത രീതിക്ക് ഒരു സൈഡിൽ കൂടെ നമുക്ക് നമ്മുടെ വ്ളോഗ് കൊടുത്ത് അങ്ങനെ നടന്നു പോകാം. പിന്നെ ഈ വ്ളോഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ആരെയും മൈൻഡ് ചെയ്തിരുന്നത് കേട്ടോ. അത് നടന്ന് നോക്കണം. എല്ലാവരും ടൂറിസ്റ്റുകളും, എല്ലാവരും ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാനൊന്നുമില്ല. പിന്നെ കുറേ ട്രാവൽ ചെയ്യാനും. ഞാൻ പറഞ്ഞത് ഒരുപാട് പേരും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ചമ്മലൊന്നും വിചാരിക്കണം, നടന്നോണം. ഇവിടെ കുറേ പഴയ പീരങ്കികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ കോട്ടയം കേട്ടോ. അതുകൊണ്ട് ഒരു പീരങ്കി ആൻറ്റിക് പീസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കോട്ടയുടെ ചുറ്റും നടന്നു പോകും. ഇവിടെയൊക്കെ മിക്കവാറും യുദ്ധങ്ങളൊക്കെ നടത്തുന്നത് ഷിപ്പ് വഴിയായിരിക്കും. അപ്പോൾ ഈ ഹൈറ്റിൽ ഫോട്ടോകൾ ഇട്ടിട്ട് മുകളിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ല. ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബോംബ് ചെയ്യും. അതിനാണ് ആ പീരങ്കികൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. എനിക്കറിയാം, അതൊന്നും ഭയങ്കര ഇൻഫോർമേഷൻ ഒന്നും അല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കധികം റെഫറൻസ് ഒന്നും ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ ഒരാളല്ല. മീൻസ് ഒരു രാജ്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് റെഫറൻസ് ഒക്കെ എടുത്ത് ആ സ്ഥലം കാണാൻ വരുന്നത് അങ്ങനെ ടൈപ്പ് ആണല്ല. അവിടെ കാണാൻ നമുക്ക് ടൗൺ കാണാം. അപ്പോൾ അവിടെ മുകളിൽ കൂടെ വണ്ടി പോകുന്നതാണ്, ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ. കണ്ടോ, ആ ഭാഗത്ത് അതൊരു ഭയങ്കര പാലമാണ്. ട്രെയിനുണ്ട്, കപ്പലുകൾ മൂവ് ചെയ്യുന്നുണ്ട്, ബോട്ടുകൾ, കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ടൗൺ സൈഡ്, അങ്ങ് അറ്റമാണ്. അവിടെ വലിയ ബ്രിഡ്ജൊക്കെ ഉണ്ട്. താഴോട്ടൊന്ന് പോയി ഒന്ന് പോയി നോക്കിയേക്കുന്നത്. എനിക്ക് മിക്കവാറും വഴി തെറ്റിപ്പോകുന്നതാണ് തോന്നുന്നത്. ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് ഒരു പിടി എനിക്കിപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല. എന്താ, ഒരു സ്ഥലം കാണാൻ പോകുമ്പോഴത്തേനും ആ സ്ഥലത്തെക്കുറിച്ചെല്ലാം ഇങ്ങനെ ഇത് ചെയ്ത് എന്നിട്ട് കാണാൻ പോകുന്ന അങ്ങനത്തെ ടൈപ്പല്ല. അവിടെ ചെന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ആ സ്ഥലം എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഹിസ്റ്ററി അധികം ഞാൻ നോക്കാറില്ല, ടു ബി ഓണസ്റ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് പ്രൊഫഷണലായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയുണ്ട്, മീൻസ് വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയുണ്ട്.
കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് ഇനി വരാം. അതാകുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ കൂടി പറയാൻ പറ്റില്ല. വെറുതെ ചളവ് മേടിച്ചിരിക്കണ്ടല്ലോ. ഒരു കിളി എന്തോ കൂട് വയ്ക്കാൻ വേണ്ടി എന്തോ എടുത്തുകൊണ്ട് പോകുന്നു. അത് പറഞ്ഞു പോയി ഇരിപ്പുണ്ടത്. അത് കൂട് കൂട്ടാൻ വേണ്ടി എന്തോ എടുത്തുകൊണ്ട് പോയതാണ്. താഴോട്ട് പോകണോ മുകളിലോട്ട് പോകണം? സോറി, എൻ്റെ തലയ്ക്ക് മുകളിലോട്ടായിരിക്കും ഇപ്പോൾ എനിക്ക് ക്യാമറ വെച്ചേക്കുന്നത്. ഇങ്ങോട്ടെല്ലാം ഷോപ്സാണ്. ബോസിൻ്റെ ഷോപ്പാണ്. ബോസ് എന്ന് പറയുമ്പോൾ കണ്ണാടികൾ കേട്ടിട്ടില്ലേ? ബോസിൻ്റെ കണ്ണാടികളൊക്കെ ഇല്ലേ, ആ ഷോപ്പ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പ്രൈസ് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് സാധനങ്ങളൊക്കെ കുറച്ച് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു മറ്റ് സ്ഥലങ്ങൾ വെച്ച്. കാര്യം നോർവേ എന്താ പറയുക, കുറച്ചൊരു കോസ്റ്റൽ ഏരിയയിലുള്ള കൺട്രി ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മുമ്പൊക്കെ വന്നപ്പോഴത്തേനും. മെയിൻലി എനിക്ക് കുറച്ച് എന്താ പറയുക, വാഷിംഗ് ബോർഡ് പിന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നടക്കുമെന്ന് അറിയത്തില്ലടേ. എല്ലാ ഷോപ്പുകളും ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇവിടെ കാണാം പെർഫ്യൂം ഷോപ്പൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ക്ലോസ്ഡ് ആണ് ഈ സൈഡെല്ലാം. എന്താണ് ഒരു സാറയാണോ? അതെ, സാറ എന്ന് പറയുമ്പോൾ നമ്മളവിടെ സാറ ഉണ്ടോ അറിയാൻ വയ്യ. ക്ലോത്തിങ് ആണ്. നമ്മുടെ സ്റ്റുഡിയോ ഇല്ലേ, അതുപോലെ ഉള്ളൊരു ബ്രാൻഡാണ് സാറ. കുറച്ച് കമ്പാരിറ്റീവ്ലി അഫോർഡബിളാണ്. പെർഫ്യൂമുകൾ കാര്യങ്ങളെല്ലാം അഫോർഡബിളാണ്. എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്. മീൻസ് ട്രെൻഡ് സെറ്റർ എന്ന് പറയാം. ഷൂ ഷോപ്പൊക്കെ ഉണ്ട്. എല്ലായിടത്തും LGBT പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവർ കേട്ടോ. എല്ലാവരും ചെയ്ത് കളിക്കല്ലേ, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. എല്ലായിടത്തും നമുക്ക് കാണാം ബാനറുകളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും ഇഷ്ടം പോലെ. പിന്നെ കുറേ എനിക്കറിയാത്ത എന്തൊക്കെയോ ബ്രാൻഡുകളുണ്ട്. ചിലതൊക്കെ ഭയങ്കര പ്രീമിയം ബ്രാൻഡുകളാണ്. എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു വലിയൊരു ബ്രാൻഡ് പേഴ്സണല്ല. ഓസ്കാർ ജേക്കബ്സൺ അതിൻ്റെ കോട്ടും സൂട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതുണ്ട്, അത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ബ്രാൻഡുകളുണ്ടേ. ഇങ്ങനെ നോക്കിയാൽ എല്ലാ ഷോപ്സുകളെല്ലാം ക്ലോസ്ഡാണ് കേട്ടോ. ഇവിടെ എത്തിയെന്നറിയൂ, ഞാൻ പറഞ്ഞില്ല ഒരു മക്ഡൊണാൾഡ്സ് കാണുന്നുണ്ടെന്ന്. ഞാൻ കാണുന്നുണ്ടായിരുന്നു. കറങ്ങി തിരിഞ്ഞ് ഞാൻ നടന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട്. മീൻസ് നടന്നു പോകുമ്പോഴത്തേനും മുകളിൽ കുറേ കൊടികൾ വെച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കൺഫ്യൂസ് ആണ്, എവിടെയാണ് കറക്റ്റ് അറിയാൻ പറ്റില്ലേ. എന്തൊക്കെയോ കുറേ കണ്ണാടികളുടെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ലൈക്ക് ഒരുപാട് ഷോപ്പുകളിലും ഒട്ടുമിക്ക ഷോപ്പുകളിലും പെറ്റ്സ് അലൗഡാണ്. പെറ്റ്സിനെ കൊണ്ട് കയറാൻ പറ്റും. അലൗഡ് അല്ലാത്തടത്ത് മാത്രം മറ്റേ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ പെറ്റ്സ് നോട്ട് അലൗഡ് കണ്ടോ, ഒരു ബോർഡ് കണ്ടോ. ബാക്കി ഓൾമോസ്റ്റ് എല്ലായിടത്തും പെറ്റ്സ് അലൗഡാണ്. അവർ അതിലൊന്നും പ്രശ്നമുള്ള എല്ലാവർക്കും കേട്ടോ. ഇവിടെയുള്ള ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാ യൂറോപ്യൻ കൺട്രീസിലെയും ഒട്ടുമിക്ക ഷോപ്പുകളിലും പെറ്റ്സൊക്കെ അലൗഡാണ്. അലൗഡ് അല്ലാത്തതിന് നമുക്ക് വെളിയിൽ കെട്ട സൗകര്യം കാണും. അവിടെ കെട്ടിട്ടകത്ത് കയറാൻ പറ്റും. നമ്മളിങ്ങെത്തി എനിക്കൊന്ന് ആ റൂട്ടാണ് തോന്നുന്നു. ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, അതിലെ കൂടെ നമുക്ക് ക്രോസ് ചെയ്യാൻ തുടങ്ങാം. കാര്യം ഇത് ഭയങ്കര രസമായിരുന്നു. പൂക്കളൊക്കെ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു പാത്ത് നമുക്കിങ്ങനെ നടന്നു പോകാം. അതുകൊണ്ട് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു. ഈ സൈഡിലെ കാണാമോ? ഇവിടെ എനിക്ക് മൈക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ. കാര്യം ഞാൻ മൈക്ക് ചെക്ക് ചെയ്തില്ല. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഇത് തന്നെയാണ് ആ വഴി. ഇത് തന്നെ മുകളിലൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടോ? നല്ലൊരു വഴിയാണ്. അയ്യോ, ഇപ്പോൾ എന്തോ എല്ലായിടത്തും മാറ്റിയിടേ. ഒരു 4 ലൈൻ പൂക്കൾ മാത്രമേ ഉള്ളൂ. പണ്ടിങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് വരുമ്പോൾ ഈ വഴി ഭയങ്കര രസമായിരുന്നു. മേ ബി എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കുന്ന സമയമായിരുന്നായിരിക്കും. ഇഷ്ടംപോലെ മുകളിൽ എന്തൊക്കെയോ ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു നടന്നു വരാം. അതുകൊണ്ട് ഞാൻ ഓർത്തപ്പോഴത്തേന് ഈ വഴി കണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ കൊണ്ട് തിരിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടൗൺ ഇങ്ങനെയാണ്. എന്താ പറയുക, മുക്കിന് ഷോപ്പുകൾ, ഇത് കണക്ക് കല്ലുകൾ വിരിച്ച് പാത്വേ, നടപ്പാതകൾ, പിന്നെ കുറേ ഷോപ്പുകളുണ്ട്. അതന്നെയാണ്. ഇതുപോലെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വന്നപ്പോൾ. ആ ചിത്രശലഭങ്ങളെ കണ്ടോ? ഇതുപോലത്തെ കുറേ ശലഭങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന്. ഭയങ്കര രസമായിരുന്നു നടന്നു പോകാനായിട്ട്. ഇപ്പോൾ എല്ലായിടത്തും മാറ്റി തരും കേട്ടോ. കുറച്ചേ ഉള്ളൂ. സോറി, ഞാൻ നിങ്ങളെ നോക്കാത്തതെന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ നോക്കി വരില്ല. ഷോപ്പുകളൊക്കെ ഇങ്ങനെ വായിച്ച് വരില്ല. കാര്യം എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടണ്ടേ. അപ്പോൾ അത് കാണിച്ചു തരാമല്ലോ. ലീവൈസിൻ്റെ ഒരു ബ്രാൻഡുണ്ട്. പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റാണോ അറിയാൻ വയ്യ. പല ബ്രാൻഡുകളും പ്രൊണൗൺസ് ചെയ്ത ഡിഫറൻ്റാണ് ഇവിടെ. അപ്പോൾ ഒരു ലീവൈസ് കാണാം നമുക്ക്. പിന്നെ എന്തൊക്കെയോ കുറേ ലീവൈസ് കുറേ ചെറുതാണ്. ആ ചെറിയ ഒരെണ്ണമാണ് ലീവൈസ് ഇതിനകത്ത്. നമ്മളവിടെയൊക്കെ ലീവൈസ് എന്ന് പറയുമ്പോഴത്തേനും മൂട്ടാനൊരു ബിൽഡിംഗ് ആയിരിക്കും. ഇവിടെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ വലുതുണ്ട്. ഇതൊരു കുഞ്ഞാണ്. ഒരു എല്ലാം കുഞ്ഞാണ്. റോളക്സിൻ്റെ ഒക്കെ ചെറിയ ഷോപ്പുകളാണ്. കുഞ്ഞൊരു ഷോപ്പിൽ റോളക്സ്. ഇവിടെ അങ്ങനെയൊക്കെയാടേ. അവിടെ ചില സ്ഥലങ്ങൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതൊക്കെ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്ന രീതിക്ക്, കിളി പോകുന്ന രീതിക്കുള്ള സൗന്ദര്യമാണ് നോർവേയിലെ ചില സ്ഥലങ്ങൾക്കൊക്കെ. നമ്മളിങ്ങനെ വണ്ടറടിച്ച് ഇങ്ങനെ കണ്ണും തെളിയിക്കും സ്ഥലം കാണുമ്പോഴത്തേനും. ദൈവം ഇത്രയും ഭംഗിയുള്ള സ്ഥലമൊന്നും വെച്ചിട്ട്. ഇത് മറ്റൊരു സിറ്റി സെൻട്രലാണ് നോർവേയുടെ. ലൈക്ക്
നോർവേയുടെ അല്ല, സ്റ്റവേഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്തെ. സ്റ്റവേഞ്ചർ നോർവേയിലാണ്, മറ്റൊരു സിറ്റി സെൻറ്ററിലാണ്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്, ഒന്നും ഓപ്പൺ അല്ല. എന്താണ് ഇന്നെന്തോ ഒരു ഹോളിഡേ ആണ് ഇവിടെ, അതെന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ, തപ്പണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്, അതൊക്കെ സിറ്റി സെൻറ്ററിൽ മോളുകളൊക്കെയാണ്. അപ്പോൾ മിക്കത് ഇവിടെ ഹോട്ടലുണ്ട്, കാണാൻ പറ്റും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. ഒരു സ്റ്റാർബക്കാണ് അവിടെ കണ്ടോ, അത്യാവശ്യം നല്ലൊരു സ്റ്റാർബക്കാണ്. ഈ അതൊക്കെയാണ് ഇവിടെ മെയിൻ സെൻട്രൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എന്താ ഇന്നത്തെ ഹോളിഡേ എന്നറിയാം, എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ഒരുവിധമുള്ള എല്ലാ ബ്രാൻഡുകളും ഉണ്ട് കേട്ടോ. ലൈക്ക് MGയുടെ എല്ലാം നമ്മുടെ കണക്കുള്ള വണ്ടികളെല്ലാം കാണാൻ പറ്റും. ഫോർഡ്, എന്താ പറയുക, സ്വിഫ്റ്റ്, എല്ലാ വണ്ടികളുണ്ട് ഇപ്പോൾ യൂറോപ്പിൽ. ഒരു എല്ലാ കൺട്രീസിലും നമ്മുടെ അവിടെ കാണുന്ന വണ്ടികൾ ഒരുപാട്, ഒട്ടുമിക്കതെല്ലാം കാണാൻ പറ്റും കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നു വണ്ടികൾ കാണാൻ, ഇപ്പോൾ എല്ലാം എന്താ പറയുക യൂണിവേഴ്സലായിട്ടല്ലേ ഇറക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിൻ്റെ 4x4 ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ. നമ്മളവിടെ ഉടനെ വരുമായിരിക്കും. അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മുടെ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, റീൽസിലൊക്കെ സ്വിഫ്റ്റിൻ്റെ 4x4 വന്നെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ വന്ന് തുടങ്ങിയത് മീൻസ് വന്നോന്നല്ല, വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന 4x4 മിസ്സൂഷി എല്ലാം കിടപ്പുണ്ട് ഇവിടെ. ഫോഴ്സ് വാഗൻ മൊത്തം നമ്മളവിടുത്തെ വണ്ടികൾ തന്നെയാണ്. ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം നമ്മളവിടെ എല്ലാ വണ്ടികളും കിടിലം വണ്ടികൾ. എനിക്കൊന്നും ഇവിടുത്തെക്കാലം മുമ്പേ ഇപ്പോൾ പുതിയ പുതിയ വെറൈറ്റി മോഡൽസ്, കിടിലം മോഡൽസുള്ള നമ്മുടെ നാട്ടിലാണ് തോന്നുന്നു. കാര്യം കിയയുടെയൊക്കെ തന്നെ വണ്ടികളൊക്കെ എന്ത് ഫ്യൂച്ചറിസ്റ്റിക്, അതിലുള്ള എല്ലാ വണ്ടികളും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയി നമ്മുടെ അവിടെ. ഭയങ്കര ഭംഗിയല്ലേ ഇവിടുത്തെക്കാലം. എനിക്കെന്തോ ഇപ്പോൾ നമ്മളവിടുത്തെ വണ്ടികളാണ് നല്ലതായിട്ട് തോന്നുന്നത്. സീരിയസ്ലി ഒരു വിധമുള്ള നോർമൽ എല്ലാ വണ്ടികളും ഭയങ്കര എക്സ്ട്രീംലി ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഡിസൈനാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആരും ഇനി യൂറോപ്പിൽ വന്നിട്ട് വണ്ടിയൊന്നും കണ്ട് കണ്ണെന്നുള്ളിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നും വരേണ്ടി വരത്തില്ല. പിന്നെ ഓഫ് കോഴ്സ് ഉണ്ട്, കമ്പാരിറ്റീവ്ലി ഒരുപാട് ഓടി അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് കുറേ പ്രീമിയം കാർസ് കുറേ നമുക്ക് കാണാൻ പറ്റും. ടാക്സി ആയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് കാണാൻ പറ്റും. അതേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. നമ്മളവിടെ തന്നെയാണ് കിടിലം വണ്ടികളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇവിടെ H&Mൻ്റെ ഷോറൂമാണ്, പിന്നെ ഇവിടെ ഒരു പള്ളിയാണ്. ആൾക്കാർ വരുന്നുണ്ട്, എനിക്ക് ചെറിയൊരു ചമ്മൽ. മീൻസ് അവർ ക്യാമറ നിൽക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. വേറൊന്നും വിചാരിക്കല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ പ്രശ്നമൊന്നും കാണത്തില്ല. അവരെന്ത് വിചാരിച്ച് നമുക്കുണ്ടോ എന്ന് വിചാരിച്ച് തുടങ്ങും. ഒരു നല്ല രസമാണ് കേട്ടോ ഈ ഒരു സ്ഥലം നോക്കി. ഇതൊക്കെ എന്താ പറയുക, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത് വെച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കാം. മീൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളും. എനിക്ക് എന്താണെന്ന് പോലും അറിയാത്ത എന്തോ ഒരു എംബ്ലം, ഒരു പിന്നെ കുറേ പ്രതിമകളൊക്കെ അവിടെ കാണാം. ഒരുപാട് പേര് സൈക്കിളിൽ പോകുന്നുണ്ട്. ഇതൊരു പള്ളിയാണ്. ആ പള്ളി ഒന്ന് ഞാൻ ചുറ്റി കാണിച്ചു തരാം, നല്ല രസമാണ് കേട്ടോ. ഇത് ആ പള്ളിയുടെ സൈഡാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാരാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം നല്ല രസമാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് ബാക്കിൽ കൂടെ കറങ്ങിപ്പോകാം, എന്നിട്ട് നമുക്ക് അവിടെ ഫ്രണ്ടിൽ വരാം. ഇതിൻ്റെ ബാക്കിൽ എന്താണെന്ന് നോക്കാം. എന്തെങ്കിലും ഭംഗിയുള്ള സ്ഥലം പോലെ ഉണ്ടായി കാണാമല്ലോ, വിഷ്വലാക്കാൻ. എനിക്ക് കുറേ ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്, പക്ഷേ അതാണ് ഈ വ്ലോഗ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഓണാക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേനും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മീൻസ് ചില നല്ല നല്ല സംഭവങ്ങൾ കാണുമ്പോഴത്തേനും എക്സൈറ്റ്മെൻറ്റിൽ പറയുന്ന സ്റ്റോപ്പാക്കാം, വീഡിയോ സ്റ്റോപ്പാക്കാൻ നോക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വിചാരിക്കും ഓക്കെ വീഡിയോ പോസാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം, പക്ഷേ തോന്നത്തില്ല. പെട്ടെന്ന് എടുത്തെടുത്തു പോകും. ഇത് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ചെടി, കുറേ പൂക്കളത് പൂത്തിയപ്പോണ്ട്, നല്ല ഭംഗിയില്ലേ, ക്യൂട്ട്. നല്ലവരൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ആ പള്ളിയുടെ ബാക്ക് ആൾക്കാരെടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ എന്തെങ്കിലും നമുക്ക് നൈസായിട്ടുള്ള കിട്ടുമെന്ന്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. കാണിച്ചു അതേ കണ്ടോ, ആ കാണുന്നതാണ് പള്ളി. രണ്ടും കൂടി ഫ്രെയിമിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നിന്ന് കാണിച്ചു തരാം. ഒരു മുട്ടൻ പള്ളിയാണ്, നല്ല രസമാണ്. ആണെങ്കിൽ ഒന്ന് സൂം കൂടി ചെയ്ത് കാണിച്ചു തരാം ഞാൻ. പണ്ടപ്പോഴോ പണിഞ്ഞ പള്ളിയാട്ടോ, ഒരുപാട് പഴക്കമുണ്ട്. അതിൻ്റെ സൈഡിൽ വീണ്ടും കുറേ പൂക്കളിപ്പോൾ ഉണ്ട്. അപ്പുറത്തൊരു നദി പോലൊരു സംഭവം, ഒരു പാർക്കാണ്, നല്ല ഭംഗിയുണ്ട്. ഒരു ഹോട്ടൽ, പിന്നെ കുറേ സ്പേസ്, പാർക്കുകളാണ് കേട്ടോ. വീണ്ടും പൂക്കൾ, പച്ചപ്പ് കൂടുതൽ. നോട്ട് ഓൺ ലൈവ്, ഐ എം ജസ്റ്റ് ടേക്കിംഗ് വീഡിയോസ് ഫോർ വോക്സ് ഫോർ യൂട്യൂബ്. Yeah. Want to be part of the video? Yeah. Of course. Hi. നമ്മൾ കുറച്ച് actually I'm talking in my mother tongue, okay? Oh. അപ്പോൾ കുറച്ച് കൊച്ചു കൂട്ടുകാരെ കിട്ടുന്നുണ്ട്. Where are you from? Norway. Norway, oh. You're here? Yeah. Yeah, okay. I'm from India. Nice to meet you. India. Yeah. That's a great country. Sorry? That is a great country. Really? You like India? Yeah. Okay.
I also do like Norway a lot. It's so beautiful. Nice to meet you both. Bye. അവർ നോർവേയിലുള്ള കുട്ടികളാണ് കേട്ടോ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് നല്ല ഇറ്റ്സ് എ ഗ്രേറ്റ് കൺട്രി. നല്ല കുട്ടികൾ നടക്കും, ചവിട്ടി നടക്കാൻ വയ്യ, നല്ല നടക്കും. അമ്മരെന്നെ കുറേ നടക്കും. Yeah. Your name on YouTube. Okay, of course. I want to follow you. Yeah, of course. Actually, I just started my vlogs now. Oh. Actually, I was doing different types of video before. You can see me here. Oh. Yeah. Bye. Bye. I'll wait for your comments. I will wait for your comments, okay? Bye. അമ്മമാർക്ക് നമ്മുടെ ചാനലിൽ വേണമെന്ന് പറഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ല, കുട്ടികളെ കൊള്ളാൻ കൊണ്ട് നല്ല കുട്ടികൾ. ഇനി അമ്മമാർ വീഡിയോ എടുത്തതും കാത്തേക്കും. അവിടെ കുറേ നല്ല സ്ഥലങ്ങൾ വെച്ചാൽ എനിക്ക് ടൈമായി വരുന്നു എങ്കിലും ഈ പാർക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കുട്ടി അവിടെ പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട്. പോയി പ്രാവിനെ ഇറക്കിക്കാൻ പറ്റും. ഓ മൈ ഗോഡ്, നമ്മളെന്തായാലും ഇത് ചെയ്യും. ഒരുപാട് പ്രാവുകളുണ്ട്. ഇതാണ് സീകൾ. ഇവിടുത്തെ മെയിൻ പ്രശ്നക്കാരന്മാരാണ് സീകൾ. അമ്മമാരെന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ തട്ടിപ്പറിച്ചോണ്ടു മൊത്തം പ്രാവുകളാണ് തീറ്റ കൊടുക്കുക. കേട്ടോ, സീഗൾസ് ശല്യം കേട്ടോ, ഭയങ്കര ശല്യമാണ് സീഗൾസ്. കേട്ടോ, ഒരുപാടുണ്ട്. പറന്നൊന്നും പോകത്തില്ല. ആൾക്കാരുമായിട്ടാണ് ഭയങ്കര മീൻസ് ഇണക്കമുള്ളതാണ്. അമ്മമാരാണ് പ്രശ്നക്കാരന്മാർ. മിക്ക കോസ്റ്റൽ ഏരിയയിലുള്ള യൂറോപ്യൻ സ്ഥലങ്ങളുടെയും പ്രശ്നമാണ് സീകൾ. ഇത് നമ്മൾ തിന്നുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനെല്ലാം പിടിച്ചുകൊണ്ടു തട്ടിപ്പിടിച്ചോളൂ. കയ്യിൽ നിന്നൊക്കെ ഒന്ന് പിടിച്ചെടുത്തോണ്ട്. പിള്ളേരുടെ നിന്ന് മാത്രമല്ല, എല്ലാവരുടെയും ഇങ്ങനെ പിടിച്ചോണ്ട് കേട്ടോ. ഭയങ്കര പാർക്കുകളാണ്. മീൻസ് നമ്മളവിടെ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഇതാണ്. എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ക്ലീനായിട്ട് വയ്ക്കും. പക്ഷേ കേരളത്തിൽ പോയിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് മീൻസ് ഇപ്പം എൻ്റെ ഭാഗത്ത് തന്നെ, എൻ്റെ വലിയ സിറ്റി ഏരിയ ഒന്നുമല്ല, പഞ്ചായത്താണ്. അപ്പോൾ അവിടെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ എല്ലായിടത്തും ഡസ്റ്റ്ബിൻസ് വരുന്നുണ്ട്. വീടുകളിൽ കറക്റ്റായിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി ആൾ വരുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ല കാര്യം. ഇപ്പം വേറെ ഞാൻ ഇവിടെ വായിച്ചിരുന്നു, കൊല്ലം ഇന്ത്യയിലെ തന്നെ എന്താ പറയുക ഏറ്റവും വൃത്തിയുള്ള സ്ഥലങ്ങളിലൊന്ന് കൊല്ലമാണ്. പക്ഷേ അത് ആക്ച്വലി ട്രൂ ആണ്. നമ്മൾ കൊല്ലത്തോട് പോകുമ്പോൾ നോക്കിയാൽ തന്നെ പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു വേസ്റ്റൊക്കെ. ഇപ്പം അങ്ങനെ വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, അധികമൊന്നും കാണാനില്ല. ഭയങ്കര ക്ലീനാണ്. മെയിൻലി ആ ഒരു സിസ്റ്റം തന്നെയാണ്. ആ സിസ്റ്റം മാറി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ കൊള്ളാം. എല്ലാം തുടങ്ങിയിട്ട് നിർത്താതിരുന്നാൽ മതി. നമ്മളവിടെ തുടങ്ങിയിട്ടല്ല ആദ്യം ഇരുന്ന് പോകുന്ന പ്രശ്നം. ശരി, അപ്പം ആ ഡസ്റ്റ്ബിന്നൊക്കെ ചെയ്യുന്നിടത്ത് എല്ലാം ബില്ലാണ്. ആൾക്കാർ കൊണ്ട് ഇടുന്നുണ്ട്, മീൻസ് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാറ്റുന്നുണ്ട്. നല്ല കാര്യമാണ്. അതുപോലെ നമ്മളവിടെ വരുന്നുണ്ട്. എല്ലായിടത്തും അതാണ് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സത്യം പറയാമല്ലോ, അരയന്നങ്ങളെ കാണാം നമുക്ക്. ഇവിടെ കണ്ടോ, ഗൂൺസ് അതെന്തായിരുന്നു ഇംഗ്ലീഷ് ഞാൻ മറന്നു വരും. അവർ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവരെന്തോ സിംഗിളായിട്ടും പറയും, കൂട്ടത്തോടെ ആകുമ്പോൾ വേറെ എന്തോ പേര് പറയും. ഞാൻ മറന്നു, ഓർമ്മയില്ല. ഇതേ കാണാൻ ഞങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ അരയന്ന കുട്ടന്മാരെ കണ്ടോ. അവിടെ കാണാൻ ഒരു ചെറിയ ഒരു പോണ്ടാണ്, ഒരു തടാകം, ഒരു കുളം. വാട്ടർ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ട് പാർക്കൊക്കെ വെച്ച് അരയന്നങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല രസമാണ്. നല്ല രസമാണ് അവർ കാണാനായിട്ട്. ഇതാണ് ഗൈസ് സ്റ്റവേഞ്ചർ. ഒരുവിധമുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. ഇങ്ങനെയുള്ള കുറേ പാർട്സാണ് സ്റ്റവേഞ്ചർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു നഗരത്തിലുള്ളത്. കുഞ്ഞു നഗരം എന്ന് പറയത്തില്ല, വളരെ ഭംഗിയുള്ളൊരു നഗരത്തിലുള്ളത് നഗരം. ഇവിടെ നമുക്ക് ഇതിനെ ടൗൺ എന്ന് പറയാൻ പറ്റില്ല. ടൗൺ തന്നെയാണ്. നോർവേയുടെ വലിയൊരു ടൗണാണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടൗൺ ഇൻ നോർവേ, സ്റ്റവേഞ്ചർ. ആൾക്കാർ ഒരുപാട് പേര് അതിനൊക്കെ പ്രാവൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും പറന്നു. എനിക്ക് ആ വിഷ്വൽ കിട്ടിയില്ല. ഒരുമിച്ച് എല്ലാവരും പറന്നു കേട്ടോ. വീഡിയോ ഓണാക്കിയപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നു. ആ കൊച്ചാണ് കേട്ടോ അതിനെല്ലാം തീറ്റ കൊടുക്കുന്നത്. വീണ്ടും പറക്കുന്നു. ഭയങ്കര രസം. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റും. എനിക്കിനി പോകാനുള്ള വഴി കണ്ടുപിടിച്ച് തിരിച്ച് കയറി പോകണം. എനിക്കൊന്ന് ഈ പള്ളിയുടെ അപ്പുറം ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കുള്ള സ്ഥലമെത്തും. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തപ്പി നോക്കട്ടെ, എനിക്ക് ഞാൻ ലേറ്റാവും. അന്ന് കുറച്ച് പ്രശ്നങ്ങളാണ്. എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ നല്ല ലേറ്റായി. എങ്കിലും എല്ലാം ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് സ്റ്റവേഞ്ചർ. ഇനിയും നമ്മളിവിടെ സ്റ്റവേഞ്ചർ വരുന്നുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലം സ്പോട്ട് പോകാമല്ലോ. പള്ളിയുടെ ബാക്കിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, എനിക്കുള്ള സ്ഥലത്ത് എനിക്ക് മനസ്സിലായി ഇപ്പോൾ അവിടെ വന്ന്. സ്റ്റവേഞ്ചർ ഇപ്പോൾ എൻ്റെ 4ാമത്തെ വട്ടം കൊണ്ടാണ് ഞാൻ സ്റ്റവേഞ്ചർ വരുന്നത്. പള്ളിയുടെ സൈഡാണ് കേട്ടോ.
രസമുള്ളൊരു പള്ളിയാണ്, വലിയ പള്ളിയാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പരച്ചുംബിയാത്ത വളരെ മനോഹരമായ പഴക്കം ചെന്നൊരു പള്ളി. അവിടെ എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, മെയിൻലി എൻ്റെ ഫേവറേറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഒന്ന് നേച്ചർ, ഇതുപോലെ മരങ്ങളൊക്കെ ഉണ്ടോ, ആ മരം നോക്കി അത് ഫുള്ള് പായൽ പിടിച്ചതിനകത്ത് ഇങ്ങനെ പോയേക്കുക. ഓക്കെ, എന്ത് രസമാണ് നോക്ക്. അതിനകത്ത് പായലാണ്, അതിൻ്റെ അങ്ങ് ഫുള്ള് പായലാണ്, അത് ഫുള്ള് ഗ്രീനാണ്, മരത്തിൻ്റെ തടിയും ഗ്രീനാണ്, ഇലയും ഗ്രീനാണ്, എല്ലാം ഗ്രീനാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെയുള്ള സംഭവം. അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ലൈറ്റിൻ്റെ എന്തോ സെറ്റപ്പ് എന്തോ ചെയ്തിരുന്നതാണെന്ന് തോന്നുന്നു. അതിനകത്തൊന്ന് അടിച്ചു വെച്ചിരുന്നുണ്ടോ, അതോ ലൈൻ കമ്പിയുടെയാണോ, എന്തൊക്കെയോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്ങുകൾ, പഴയ ബിൽഡിങ്ങുകൾ, പുതിയ ബിൽഡിങ്ങുകൾ, പിന്നെ അതുപോലെ തന്നെ പാർക്കുകൾ, മീൻസ് ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള പാർക്കുകൾ, അതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, പാർക്കുകൾ മാത്രമല്ല, നേച്ചർ കാണാൻ ഇഷ്ടമാണ്. അതിപ്പം പാർക്ക് തന്നെ ആവണമെന്നില്ലല്ലോ, അപ്പം മരുഭൂമിയാവാം, അതും ഇഷ്ടമാണ്. ഓക്കെ, ആ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തെത്തി നമ്മൾ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട് ഇതാണ്, ആ പള്ളിയുടെ ഫ്രണ്ട്. എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടി അധികം വൈഡല്ല നമ്മുടെ ഫോക്കസ് കിടക്കുന്നത്. കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. എനിക്ക് ഫ്രണ്ടിനേക്കാളും ഇഷ്ടം അവിടെ ബാക്കാണ് കേട്ടോ. ഒരു മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ട്, അവിടെ എന്തോ ഒരു ശില്പമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്, കണ്ടോ. വൈക്കിങ്സിൻ്റെ ആയിരിക്കും, മീൻസ് വൈക്കിങ്സ് ഇവിടെ ഭയങ്കര പോപ്പുലറാണ്. എനിക്കത് നോർവേ ആണെന്ന് തോന്നുന്നു. അവരുടെ മീൻസ് അവർ ഉത്സവ സ്ഥലം അങ്ങനെ വേണമെങ്കിൽ പറയാം, നോർവേ ആണെന്ന് തോന്നുന്നു. ഇതടുത്ത സെൻട്രലൊരു ഏരിയ ആണ്, കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാം ഇവിടെ. ഫുള്ള് ടൂറിസ്റ്റുകളാണ്, ഷിപ്പുകൾ ഡോക്ക് ചെയ്തേക്കുന്നതാണ് അവിടെ. സോ ഇതാണ് ഗൈസ് സ്റ്റാവെഞ്ചർ. ഇറ്റ്സ് എ നൈസ് പ്ലേസ്, വളരെ ഭംഗിയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞു വീടുകൾ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വില്ലേജ് കണക്കുണ്ട്. ഫുള്ള് കുഞ്ഞു ഒരേപോലുള്ള ഒരുപാട് വീടുകളാണ്. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒന്ന് കയറി നടക്കാം, ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ എന്തായാലും തിരിച്ച് നടക്കുവാണ്. ആ പോകുന്ന റൂട്ടിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു സെൻട്രൽ ഏരിയ ആണ്. ആക്ച്വലി ഞാൻ ലാസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഒരു സൈക്കിൾ ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. എന്തോ ഭയങ്കര ഒരു സൈക്കിൾ റാലി പോലെ എന്തോ മത്സരമായിരുന്നു. എന്തോ ഒരുവിധം എല്ലാ ചാനൽസും ഉണ്ടായിരുന്നു. കുറേ ചാനൽസ്, കുറേ ബ്രാൻഡുകൾ, ബൈക്കിൻ്റെ ബ്രാൻഡുകൾ എല്ലാം ഉണ്ടായിരുന്നു. BMW എന്തോ അങ്ങനെയൊക്കെ ഒരുപാട് എന്തൊക്കെയോ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ വലിയ എന്തോ ഇവൻ്റായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല എന്താണെന്നുള്ള കറക്റ്റ്. അപ്പോൾ ഞാൻ അത് കുറേ ഇവിടെ നിന്ന് കണ്ടിട്ടാണ് ഞാൻ പോയത്. ഈ വഴി കണ്ടിട്ട് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതുവഴി കയറി അപ്പുറത്തോട്ടിറങ്ങാം. ചിലപ്പം എനിക്കിങ്ങനെ കുഞ്ഞു ടൗൺ മീൻസ് പറഞ്ഞില്ലേ കുഞ്ഞു ഒരേപോലുള്ള വീടുകൾ നല്ല രസമാണ്. അതും കാണിക്കാൻ പറ്റും എനിക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ. നമുക്ക് പെട്ടെന്ന് വഴി നടന്നു പോയി നോക്കിയിട്ട് വരാം. നല്ല ഭംഗിയുള്ളൊരു പാർക്ക് പോലെയാണ്, വാക്കിംഗ് സ്ഥലമാണ്. അതൊക്കെ ഇവിടെ എന്തൊരു കുളമാണ്, നല്ല കിണറാണ്. ഇങ്ങനൊരു കിണർ, അതിലേതോ ഒരു കുറച്ച് വിവരദോഷി എന്തൊക്കെയോ തിന്ന കുപ്പിയൊക്കെ അത് ഇവിടുത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും ഇട്ടിട്ടുണ്ട്. വിവരദോഷി എന്ന് പറഞ്ഞാൽ ആരും ഒഫൻഡ് ആവല്ലേ, നമുക്ക് എല്ലാവരും കുപ്പിയൊക്കെ എറിയുന്നത്. നല്ലൊരു സ്ഥലത്ത്, അടിപൊളി ഭംഗിയുള്ള സ്ഥലത്ത്, അവിടെ ഒരു കുളത്തിൽ കിണറ്റിലാണ് കുപ്പി എറിയുന്നത് മോശം വെള്ളമുള്ള. ഞാൻ എന്തായാലും വെള്ളമുള്ള കിണറ്റിലൊന്നും എടുത്ത് കുപ്പിയൊന്നും അറിയത്തില്ല. വേറെ നിവൃത്തിയില്ല, അരുവിലൊക്കെ ഇട്ട് പോയാലും അങ്ങനെ ചെയ്യത്തില്ല, ആരും അങ്ങനെ ചെയ്യില്ല കേട്ടോ. അതുവഴി പോയാൽ ആ വീടുകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ വഴി കയറി കഴിഞ്ഞാൽ വീട് കാണാൻ പറ്റുമായിരിക്കും. ഇതൊക്കെ ആ വീടുകളാണ്. ഇതിൻ്റെയൊക്കെ മീൻസ് ഇതൊക്കെ ഷോപ്പുകളാണ്. അതേ മോഡലിൽ തന്നെയാണ് ഈ ഷോപ്പുകളെല്ലാം പണിഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ബാക്കിൽ വീടും ഫ്രണ്ടിൽ ഷോപ്പുമാണ്. അല്ലെങ്കിൽ മുകളിലത്തെ നിലയിൽ വീടും ഷോപ്പും ആയിരിക്കും. കണ്ടോ, നല്ല ഭംഗിയാണ് നടന്നു പോകാനായിട്ട്. അതുവഴി എളുപ്പം പറ്റുമെന്ന് തോന്നുന്നു. മരങ്ങൾ ഒക്കെ കൊള്ളാം. അങ്ങോട്ട് സിറ്റി സൈഡാണ്, വലിയ ബിൽഡിങ്ങുകളുടെ പാർട്ടുകൾ കാണാൻ. ബാക്കിലോട്ടൊക്കെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, മരങ്ങളെല്ലാം ഭയങ്കര പച്ചപ്പാടെ. ഞാൻ എത്രത്തോളം കളറ് ഔട്ട് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും മാക്സിമം ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള കളർ ഔട്ട് തന്നെ ഔട്ടായിട്ട് എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇവിടെ തുടങ്ങുകയാണ് ആ വീഡിയോകൾ. ഭയങ്കര രസമാണ്. ഏതൊക്കെയാണ് ആ വീടുകൾ, ഇതെല്ലാം ഒരേപോലെയാണ്. ഞാൻ മുകളിൽ നിന്ന് പറ്റുവാണെങ്കിൽ ഹൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവിടെ കയറി നോക്കാം. ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും തുരുതുരാ പോകാനായിട്ടുള്ള സമയം എനിക്കില്ല ഗൈസ്. എങ്കിലും ഞാൻ ഓടിച്ചെല്ലാം കാണിച്ചു തരാം.
ഒക്കെ വീടുകളാണ്. ആൾക്കാരുണ്ട്, താമസക്കാരുണ്ട്. പക്ഷേ ഇതുപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ ഓപ്പണായിട്ട് ഇട്ടേക്കാണ്. എല്ലാവർക്കും വന്ന് കണ്ടിട്ട് പോകാൻ ഭയങ്കര ഭംഗിയാണ്. ഈ മരം കണ്ടോ, മരത്തിൽ നിന്ന് എന്തൊക്കെയോ തൂങ്ങി ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ശിഖരങ്ങളെല്ലാം താഴോട്ടാണ് തൂങ്ങിയിരിക്കുന്നത്. വലിയ മരമാണ്, നല്ല രസമുണ്ട്. അയ്യോ, നല്ല കയറ്റമാണ് കേട്ടോ. എല്ലാ മരങ്ങളും സാധനങ്ങളൊക്കെ തന്നെയാണ് ഫുള്ള്. മൈ ഗോഡ്, കൊള്ളാം, നല്ല ഭംഗിയില്ലേ, നല്ല രസമാണ്. നോക്കി അങ്ങോട്ടും കിടക്കുക ഒരുപാട്. ഇവിടെ കുഞ്ഞു വഴികൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണിത്. ഭയങ്കര രസം കേട്ടോ. കാറും ബൈക്കൊന്നും പറ്റില്ല, ഇങ്ങോട്ട് നടന്നു മാത്രമേ പോകാൻ പറ്റൂ. ചെറിയൊരു ടൗൺ കണക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം വീടുകളാണ്, നമ്പറുകളുണ്ട് വീടുകൾക്ക്. എന്തൊരു ഭംഗി. ക്യാമറയ്ക്കൊന്നും റെസ്ട്രിക്ഷൻ ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. കാര്യം ഇതെല്ലാം ടൂറിസ്റ്റ് ഏരിയ ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഓപ്പണാക്കി ഇട്ടേക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ അവിടെയൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ മീൻസ് ഒരു ഇതേപോലെ ഇങ്ങനെ കുറേ വീടുകളുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരുപാട് ടൂറിസ്റ്റുകൾ അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും ആരെങ്കിലും ഒഫൻഡഡ് ആയേക്കും. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ടെസ്റ്റിലേക്ക് കാണാം. അങ്ങോട്ടേ കൊണ്ട് നടന്നു പോകാൻ വേണമെങ്കിൽ ടൈം ഇട്ടേ. കാർ പാർക്കിംഗ് ആണ് അവരുടെ. ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു നോക്കി എല്ലാം ഒരേ കണക്കുള്ള വീടുകളാണ്. അതാണ് മിക്ക യൂറോപ്യൻ കൺട്രീസിലുള്ള മറ്റൊരു പ്രത്യേകതയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകൾക്ക് ഇത്ര മോഡൽ, ചില മോഡലുകളെ അപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളുണ്ട്. ആ മോഡലുള്ള വീടുകളെ നമുക്ക് വയ്ക്കാം. നമ്മളവിടെയൊക്കെ അത്ര റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും വയ്ക്കാം. ലാൻഡ് ലൈക്ക് വീടുകളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ വയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ മോഡൽ അയച്ചു കൊടുത്ത് അവർ അപ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെ മാത്രമേ വീട് വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതൽ ആൾക്കാർ മേടിക്കുവാണ് വീട്. വെക്കലുണ്ട് പുതിയ മീൻസ് ഒരുപാട് വീടുകൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളവിടെ ഫ്ലാറ്റുകൾ കൊടുക്കുന്ന നടക്കാൻ ഒരുപാട് വീടുകൾ വെച്ചിട്ട് ഓരോ വീടുകൾ ഇങ്ങനെ കൊടുക്കും. ആ വീടുകളിൽ ഒരെണ്ണക്കായിരിക്കും ഇരിക്കുന്നത്. ഹോട്ടൽസാണ്, കുറച്ച് വലിയ വലിയ ഹോട്ടൽസാണ്. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങി പോവാണ്. ഇടയ്ക്കോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു ഗാർഡനുകൾ, പൂക്കൾ ഒക്കെ വെച്ചിട്ട്. ഇവിടെ തന്നെ കാട്ടുപൂക്കളൊക്കെ ആയിരിക്കും ഇത്. കാട്ടുപൂക്കൾ മീൻസ് നാട്ടുപൂക്കൾ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. എൻ്റെ വീട് നോക്കി, കുഞ്ഞൊരു വീട്, നല്ല രസമല്ലേ. അതിൻ്റെ ചിമ്മിനി കാര്യങ്ങൾ, പണ്ടത്തെ കാർട്ടൂണുകളൊക്കെ ഓർമ്മ വരുന്നത് കാണുമ്പോഴത്തേന് പോകലൊക്കെ ഉള്ള നല്ല രസമുണ്ട്. ഇത് മുട്ടൻ റോസാ ചെടിയാണോ? റോസാണ് കേട്ടോ ഇവിടുത്തെ. ഇടയ്ക്ക് നമ്മളവിടെ ഉള്ളതില്ലയോ, നമ്മുടെ മാങ്ങാനാറിയുടെ വേറൊരു ഐറ്റമാണ് കേട്ടോ. നോർവേയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങാനാറി നോർവേയിലും ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എൻട്രൻസ് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇത് നമ്മളവിടെയുള്ള കുറേ ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ ഞാൻ ഇതിനെ മാങ്ങാനാറിന്ന് വിളിക്കുന്നു. ഓക്കെ, നല്ല രസമായിട്ട് ചെറിയ പാർക്കും സെറ്റപ്പൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വീടുകളാണെന്ന് ആലോചിക്കുമ്പോഴാണ്. എല്ലായിടത്തും താമസക്കാരുണ്ട്. അവരിവിടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരുടെ വീടുകൾ തന്നെ എന്താ പറയുക, ടൂറിസം പോലെ ഇരിക്കുകയാണ്. മീൻസ് ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ വെച്ച് വീടുകൾ ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. രസമല്ലേ? സോ ഗൈസ്, ഇതാണ് സ്കാവെഞ്ചറിൻ്റെ വിശേഷം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു സർപ്രൈസ് സ്ഥലമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനിയും കാണും. ആരും എന്തോ പൊട്ടിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ